മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ തിരിച്ചടി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ ഓപ്പണറായ ഡെവൻ കോൺവേയ്ക്ക് IPLന്റെ ആദ്യ പകുതിയിലെ മുഴുവൻ മത്സരങ്ങളും നഷ്ടമാവും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്കിടെ കോൺവേയുടെ ഇടതുവിരലിന് പരിക്കേറ്റിരുന്നു. ശേഷം കോൺവേ സർജറിക്കായി തയ്യാറെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത 2 മാസങ്ങളിൽ കളിക്കാൻ കോൺവേക്ക് സാധിക്കില്ല എന്ന് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീം അറിയിച്ചിട്ടുണ്ട്. 8 ആഴ്ചയാണ് കോൺവേക്ക് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡ് വിശ്രമം നൽകിയിരിക്കുന്നത്. മാർച്ച് 22 ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിനാൽ തന്നെ കോൺവേയുടെ ഇത്തവണത്തെ സാന്നിധ്യം സംശയത്തിലാണ്. മാർച്ച് 22 ബാംഗ്ലൂരിനെതിരെയാണ് ചെന്നൈയുടെ ലീഗിലെ ആദ്യ മത്സരം നടക്കുന്നത്. എന്നാൽ തങ്ങളുടെ വെടിക്കെട്ട് ഓപ്പണർ ഇല്ലാതെ ചെന്നൈ എങ്ങനെ മൈതാനത്തെത്തുമെന്ന ആശങ്കയിലാണ് ആരാധകർ. എന്നിരുന്നാലും 2024 മിനി ലേലത്തിലൂടെ കോൺവേക്ക് ബാക്കപ്പായി കുറേയധികം താരങ്ങളെ കണ്ടെത്താൻ ചെന്നൈ ടീമിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ന്യൂസിലൻഡ് താരമായ രജിൻ രവീന്ദ്ര ചെന്നൈക്കായി ഓപ്പൺ ചെയ്തേക്കും. ന്യൂസിലൻഡിന്റെ ഓപ്പണർ ഡെവൻ കോൺവേ ഈ ആഴ്ച സർജറിക്ക് തയ്യാറാവും. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്കിടെ കോൺവേയുടെ ഇടതുവിരലിന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. ഒരുപാട് സ്കാനുകളിലൂടെയും മറ്റു ചികിത്സയിലൂടെയും കോൺവേ കടന്നു പോയിട്ടുണ്ട്. ശേഷമാണ് സർജറിക്ക് നിശ്ചയിച്ചത്. ആ സാഹചര്യത്തിൽ വരുന്ന 8 ആഴ്ചകളിൽ കോൺവേ മൈതാനത്തു നിന്ന് മാറി നിൽക്കും. പരിക്കിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കായി മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത താരം കൂടിയാണ് കോൺവേ. 2023 സീസണിൽ വളരെ പതിയെയായിരുന്നു കോൺവേ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ടീമിലെ പ്രധാന ഘടകമായി മാറാൻ കോൺവേക്ക് സാധിച്ചു. ഋതുരാജുമായി മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് കോൺവേ 2003 സീസണിൽ ഉണ്ടാക്കിയെടുത്തത്. 16 മത്സരങ്ങളിൽ നിന്ന് 672 റൺ സ്വന്തമാക്കാനും കോൺവേക്ക് സാധിച്ചിരുന്നു. 51.69 എന്ന ശരാശരിയിലാണ് കോൺവേ ഈ നേട്ടം കൊയ്തത്. 16 ഇന്നിംഗ്സുകളിൽ നിന്ന് 6 അർദ്ധ സെഞ്ചുറികളാണ് കോൺവേ 2023 സീസണിൽ നേടിയത്. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.